നമസ്കാരം. ഞാറുവേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1/2 കിലോ കിളിമീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മുളകിട്ട് നോക്കാം. ആദ്യം നമ്മൾ കിളിമീൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ചെകിളയും കുടലും ചെതമ്പലൊക്കെ കളഞ്ഞ് വെട്ടി വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചേർക്കാൻ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ, പിന്നെ 3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി സവാളയും പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായിട്ട് വെന്ത് വരും വരെയും വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മീൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറി വഴണ്ടി വരും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ടേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണം. നമുക്ക് തിള വരും വരെ നോക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മൂടി പാത്രം വെച്ച് അടച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകമാണ്. നമുക്കൊരു മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം കൂടുതലായി. ഇപ്പോൾ കിളിമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു കറിയുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.